നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എല്ലാ ഫ്രണ്ട്സിനും WWE മലയാളം ഗോസിപ്പിൻ്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു WWE സൂപ്പർ സ്റ്റാറിൻ്റെ റിട്ടേണിനെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ. ആ സൂപ്പർ സ്റ്റാർ മറ്റാരുമല്ല, നമ്മുടെ ബ്ലഡ്ജൻ ബ്രദേഴ്സിൽ ഉണ്ടായിരുന്ന, അതുപോലെ തന്നെ വിയാറ്റ് ഫാമിലിയിൽ ഉണ്ടായിരുന്ന ലൂക്ക് ഹാർപ്പറാണ് ആ വ്യക്തി. ന്യൂയോർക്കിലെ റോച്ചസ്റ്ററിൽ WWEയുടെ ഒരു ഹൗസ് ഷോയിൽ ലൂക്ക് ഹാർപ്പർ വീണ്ടും റിട്ടേൺ ചെയ്തതായി പുതിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ട്വീറ്റുകളും ഇതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ലൂക്ക് ഹാർപ്പർ തിരിച്ചു വന്നിരിക്കുന്നത് ഒരു ഫേസ് ക്യാരക്ടറായിട്ടാണ്. അതായത് ബ്ലഡ്ജൻ ബ്രദേഴ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് ഒരു ഹീൽ ക്യാരക്ടറായിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിരുന്ന എറിക് റോവൻ തിരിച്ചു വന്ന് ഡാനിയൽ ബ്രാൻഡിൻ്റെ കൂടെ വീണ്ടും ഒരു ഹീൽ ക്യാരക്ടറായിട്ട് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ലൂക്ക് ഹാർപ്പർ തിരിച്ചു വന്നത് ഒരു ഫേസ് ക്യാരക്ടറായിട്ടാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനി ആ ഹൗസ് ഷോയിൽ മാത്രം അങ്ങനെ ഫേസ് ക്യാരക്ടറായിട്ടാണോ ഇരിക്കുക, അതോ ഇനി മെയിൻ ഇവൻറ്റിലേക്ക് വരുമ്പോഴും അങ്ങനെ ഫേസ് ക്യാരക്ടർ തന്നെയാണോ എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ഇഞ്ചുറി പ്രകാരം ഹാർപ്പർ WWEയിൽ നിന്നും വിട്ടുനിന്നതാണ്. അതിനുശേഷം ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ബ്ലഡ്ജൻ ബ്രദേഴ്സിനെ അവസാനമായി നമ്മൾ കണ്ടത് ഓഗസ്റ്റിൽ സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ന്യൂ ഡേയുമായിട്ടുള്ള ഒരു മാച്ചിലായിരുന്നു. അതിൽ ബ്ലഡ്ജൻ ബ്രദേഴ്സ് തോൽക്കുകയും ന്യൂ ഡേ വിജയിച്ച് സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ലൂക്ക് ഹാർപ്പർ ആദ്യമായിട്ടാണ് ഒരു ഫേസ് ക്യാരക്ടർ WWEയിൽ വന്നതിന് ശേഷം ചെയ്യുന്നത് എന്നുള്ളതും വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കാര്യമാണ്. ലൂക്ക് ഹാർപ്പർ സ്മാക്ക് ഡൗൺ ബ്രാൻഡിന് വേണ്ടി മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ റോ നടക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റേജിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് പുതുതായി വരുന്ന റൂമറുകൾ. അതുകൊണ്ട് തന്നെ ലൂക്ക് ഹാർപ്പർ സ്മാക്ക് ഡൗണിൽ നിന്നും റോയിലേക്ക് മാറി എന്നാണ് പുതുതായി വരുന്ന റൂമറുകൾ. എന്തായാലും ഒന്നുകിൽ ഫാസ്റ്റ് ലൈനിലോ അല്ലെങ്കിൽ റെസിൽമേനിയയിലോ ഇവരുടെ ഒരു റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം.